സ്നേഹമുള്ളവരെ, ഇന്ന് നവംബർ 7-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് വചനത്തിൽ വായിച്ച് കേൾക്കുക. ഈശോ കടൽ തീരത്ത് വന്നു നിന്നു. അവിടെ 2 വള്ളങ്ങൾ കണ്ടു. അതിലൊന്ന് ശമയോൻ്റേതായിരുന്നു. അതിൽ കയറിയിട്ട് വള്ളം നീക്കിയിടാൻ പറഞ്ഞു. അങ്ങനെ ആ വള്ളത്തിലിരുന്ന് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈശോ ശമയോനോട് പറഞ്ഞു, വല ഇറക്കാൻ പറഞ്ഞു കടലിലേക്ക്. ശമയോൻ പറഞ്ഞു, ഇന്നലെ മുഴുവൻ ഞങ്ങൾ പരിശ്രമിച്ചത്, അവിടെ ഒരു മീനുമില്ല. എങ്കിലും അങ്ങ് പറഞ്ഞത് കേട്ട് ഞങ്ങൾ വലയിറക്കാം. അവർ വലയിട്ടു. വല നിറച്ച് മത്സ്യങ്ങൾ കിട്ടി. 2 വള്ളങ്ങൾ മുങ്ങാറോളം മത്സ്യങ്ങൾ ശേഖരിച്ചു. ശമയോൻ പത്രോസ് അത്ഭുതപ്പെട്ടു പോയി. ശമയോൻ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. കാരണം ആ മീനുകളുടെ വലിപ്പത്തെക്കുറിച്ച്, അതിൻ്റെ ആധിക്യത്തെക്കുറിച്ച് അവർ അത്യന്തം അത്ഭുതപ്പെട്ടു പോയി. ഈശോ പറഞ്ഞു, പേടിക്കേണ്ട, ഇനി മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇപ്പോൾ നിങ്ങൾ മീൻപിടുത്തക്കാരല്ലേ, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഒരു വലിയ ദൗത്യം ഈശോ അതിലൂടെ അവരെ ഏൽപ്പിക്കുകയായിരുന്നു. സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആളുകളെ തൻ്റെ അനുയായികളാക്കുവാനുള്ള ഒരു ക്ഷണമാണ് പത്രോസിനും കൂട്ടുകാർക്കും ഈശോ കൊടുത്തത്. അതേ ക്ഷണം തന്നെ ഈശോ നമുക്കും തരുന്നുണ്ട്. നമ്മുടെ വചനപ്രഘോഷണത്തിലൂടെ, നല്ല ജീവിതത്തിലൂടെ മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുക, അതാണ് നമ്മുടെ ദൗത്യം. നമുക്ക് ആ ദൗത്യം നിറവേറ്റാൻ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.